മൈക്രോസോഫ്റ്റ് എക്സലിലെ ഒരു ടിപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെയാണ് കോളം വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഡീഫോൾട്ടായിട്ടുള്ള കോളം വിഡ്ത്ത്, പിന്നെ കോളത്തെ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത്, അൺഹൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമ്മൾ ഇതുപോലെ, അതായത് നമ്മൾ യൂഷ്വലായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ഡേറ്റ എൻട്രി ചെയ്ത് ഇങ്ങനെ കൊടുക്കാറുണ്ട്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കോളം വിഡ്ത്തിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരാറുണ്ട്. നമുക്കിങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ ടൈപ്പ് അടിച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ സ്ട്രെങ്ത് നമുക്കതിൻ്റെ കോളം വിഡ്ത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വെച്ചപ്പോൾ നമ്മൾ ടൈപ്പ് അടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മളിതിൻ്റെ സ്ട്രെങ്ത് നമുക്ക് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം, സീരിയൽ നമ്പറായാലും ഐ ഡിയുടെ നമ്പറായാലും കോളത്തിൻ്റെ വിഡ്ത്ത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ അത് ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എക്സലിൽ തന്നെ നമുക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണിക്കാം. അതിന് വേണ്ടി നമ്മൾ ഈ സെലക്ട് നമ്മൾ ഒരു ഷീറ്റ് എടുക്കുക, ഷീറ്റിൽ പോവുക. എന്നിട്ട് ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ചെയ്യുക. ഏത് ഷീറ്റാണോ നമുക്ക് ആ ഷീറ്റിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് നമ്മളിവിടെ കണ്ടില്ലേ വ്യൂ കോഡെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് നമ്മളിവിടെ വന്ന് റൈറ്റ് ബട്ടൺ ചെയ്യണം. ഇവിടെ വന്ന് റൈറ്റ് ബട്ടൺ ചെയ്തിട്ട് നമ്മൾ വ്യൂ കോഡിൽ നമുക്ക് പോവുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ ജനറൽ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിവിടെ വർക്ക്ഷീറ്റ് എടുക്കണം. നമ്മളിവിടെ വർക്ക്ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ പ്രൈവറ്റ് സബ് എൻഡ് സബ് എന്ന് കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടൈപ്പ് അടിച്ചു കൊടുക്കണം. സെൽസ് എന്ന് അടിച്ചു കൊടുക്കണം. സെൽസ് എന്നിട്ട് ഒരു ഡോട്ട് ഇടണം. എന്നിട്ട് എൻറ്റയർ കോളം നമ്മൾ ആ ടൈപ്പ് അടിച്ചു കൊടുക്കണ്ട, നമ്മൾ ഇത് അടിക്കുമ്പോഴേ ഇത് വരും. എൻറ്റയർ കോളം ഒന്ന് ടൈപ്പ് അടിക്കുക. എന്നിട്ട് നമ്മളൊരു ഡോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ ഓട്ടോഫിറ്റ് നമ്മൾ ടൈപ്പ് അടിക്കുക. ഇവിടെ ഓട്ടോഫിറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഓട്ടോഫിറ്റ് എന്നുള്ളത് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ടൈപ്പ് അടിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ടൈപ്പ് അടിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, സെൽസ് നടിക്കുക, എൻറ്റയർ കോളം, ഓട്ടോഫിറ്റ്, ഇത്രയും ടൈപ്പ് അടിച്ചിട്ട് നമ്മളിവിടെ ക്ലോസ് ചെയ്യുക. ഇവിടെ നമ്മളിവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മളിവിടെ എന്തടിച്ച് കൊടുത്താലും സീരിയൽ നമ്പറിൽ നിന്ന് നമ്മളിവിടെ ടൈപ്പ് അടിച്ചു. സീരിയൽ നമ്പറിൽ നിന്ന് ടൈപ്പ് അടിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇവിടെ വന്ന് നമ്മൾ എംപ്ലോയിയുടെ പേര്, എംപ്ലോയി നെയിമെന്ന് നമ്മൾ ടൈപ്പ് അടിച്ചു. എംപ്ലോയി നെയിമെന്ന് ടൈപ്പ് അടിച്ചിട്ട് എന്തടിക്കുമ്പോഴും കണ്ടില്ലേ ആ ഒരു ഇത് തന്നെ അവിടെ അഡ്ജസ്റ്റ് ആയിക്കോളും. അടുത്തത് എക്സൽ ഈസ് എ സ്പ്രെഡ്ഷീറ്റ്, വലിയൊരു വാക്ക് തന്നെ ടൈപ്പ് അടിച്ചു, കണ്ടോ. അപ്പോൾ നമുക്കതനുസരിച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുണ്ട് ഡീഫോൾട്ട് കോളം വിഡ്ത്ത്. എങ്ങനെയാണ് നമുക്കൊരു ഡീഫോൾട്ടായിട്ടുള്ളൊരു കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ 1 2 3 4 5 6 7 8 എണ്ണമാണ് നമുക്ക് ഒരു സെല്ലിൽ ടൈപ്പ് അടിക്കാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് ചില സമയത്ത് നമുക്ക് 2 എണ്ണം മാത്രം ടൈപ്പ് അടിക്കണം, കുറേ ടൈപ്പ് അടിക്കേണ്ടി വരും. ഇപ്പം നോർമലായിട്ട് 8 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. നമ്മളിവിടെ ഫോർമാറ്റ് എടുക്കുക, പുതിയ ഷീറ്റ് എടുത്തിട്ട് ഫോർമാറ്റ് എടുക്കുക. ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് കണ്ടില്ലേ, ഇവിടെ ഡീഫോൾട്ട് വിഡ്ത്ത് എടുത്തിട്ട് ഇപ്പോൾ 8 പോയിൻറ്റ് സംതിങ് ആണ് വന്നേക്കുന്നത്. ഇത് മാറ്റിയിട്ട് ഞാൻ 2 അടിച്ചു കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്തായി, 2 ഇനിയിപ്പോൾ ഇത് എല്ലാം അങ്ങ് 2 ആവുമല്ല. നമുക്കത് കഴിഞ്ഞ് ഏതാണ് നമുക്ക് വലുതാക്കേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം വലുതാക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് 1 അടിക്കുക. എന്നിട്ട് നമുക്ക് 2 അടിക്കുക. എന്നിട്ട് 2 കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഉണ്ടോ, ഡ്രാഗ് ചെയ്യുക. താഴോട്ടും ചിലപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 2 അടിച്ചു ഹൈലൈറ്റ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇത് നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാക്കാനും അങ്ങനെ ഒരുപാട്, അതിന് തന്നെയാണെന്ന് പറയാൻ പറ്റത്തില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ 2 മാറ്റിയിട്ട് നമുക്കിവിടെ വന്നിട്ട് ഒരു 3 ആക്കണം.
മൂന്നാക്കിയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, എല്ലാം 3 വന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാർട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഇതാണ്. ഓരോ ദിവസം ഏതൊക്കെ വർക്കുകളാണ് നടന്നത്, ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ വർക്കുകൾ നടന്നു. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ടൈപ്പ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് ഈ ദിവസമാണ് നടന്നത്, ഇപ്പോൾ ഈ ദിവസം ഇന്ന വർക്ക് നടന്നു. ഇങ്ങനെ നമുക്ക് ഓരോരോ ചാർട്ടുകൾ വരെ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാണ് നമുക്ക് ഡീഫോൾട്ട് ഫോർമാറ്റ് എടുത്തിട്ട് എന്തെടുക്കണം, ഡീഫോൾട്ട് കോളം വിഡ്ത്ത്. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ എടുക്കേണ്ടത് ഡീഫോൾട്ട് കോളം വിഡ്ത്ത്. മനസ്സിലായല്ലോ. മൂന്നാമത് നമുക്ക് എടുക്കേണ്ടത് ഹൈഡ് ആൻഡ് അൺഹൈഡ് കോളം വിഡ്ത്ത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ ഇതൊന്ന് എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എംപ്ലോയി കോഡുണ്ട്, എംപ്ലോയി നെയിമുണ്ട്, അക്കൗണ്ട്സ് ഉണ്ട്, സാലറി ഉണ്ട്, പിന്നെ വേറെ ഉണ്ടോ നോക്കട്ടെ, ഇത് തന്നെ എടുക്കാം. അപ്പം ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഈ വലിയൊരു ഡേറ്റാബേസാണ്. പക്ഷെ അവർ പറയുന്നു ഈ 2 കോളം അവർക്ക് ഇപ്പോൾ ആവശ്യമില്ല, പ്രിൻറ്റിനകത്ത് വരണ്ട. ഈ 2 എണ്ണം ഏതാ, ഈ കസ്റ്റമറിൻ്റെ പേരും ഈ ഷിപ്പിംഗ് കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എടുക്കുക, ഹൈഡ് എടുക്കുക, ഹൈഡ് കോളം എടുക്കുക. അപ്പോൾ ഒയും പിയും അങ്ങ് പോയിട്ടുണ്ട്. അതുപോലെ ഡെലിവറി ഡേറ്റും അവർക്ക് ആവശ്യമില്ല. ഇതെടുക്കുക, ഫോർമാറ്റ് എടുക്കുക, എന്നിട്ട് ഹൈഡ് എടുക്കുക, ഹൈഡ് കോളം എടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ഇപ്പോൾ റീജിയൻ്റെ ആവശ്യം അവിടെ ആവശ്യമില്ല എങ്കിൽ നമുക്ക് റീജിയൻ എന്നുള്ളത് ഹൈഡ് ചെയ്യുക, ഹൈഡ് കോളം. റീജിയന് പോയി, എ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ, സി ആണ്. ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 പേര് ആവശ്യമില്ല, ഇത്രയും പേരെ നമുക്ക് പ്രിൻറ്റിൽ ആവശ്യമില്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുക, ഹൈഡ് എടുക്കുക, ഹൈഡ് റോ എടുക്കുക. അപ്പോൾ 2 കഴിഞ്ഞാൽ പിന്നെ എന്താണ് വന്നേക്കുന്നത്, 6 വന്നേക്കുന്നത്. ഇനി അതിനെ അൺഹൈഡ് ചെയ്യണമെങ്കിലോ ഇത് 2 കൂടെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എടുത്തു, നമ്മൾ ഹൈഡ് എടുത്തിട്ട് അൺഹൈഡ് റോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞു. അതുപോലെ എ ബി ഇല്ല, അപ്പോൾ ബി നമുക്ക് ഇനി തിരിച്ചെടുക്കണമെങ്കിലോ എയും ബിയും കൂടെ സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക, ഹൈഡ് എടുക്കുക, എന്തെടുക്കണം, ഹൈഡ് കോളം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇത് വളരെ ഈസിയാണ്. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്താ പറഞ്ഞേ, ഓട്ടോമാറ്റിക്കായിട്ട് കോളം വിഡ്ത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. നമ്പർ 2 ഡീഫോൾട്ടായിട്ട് കോളം വിഡ്ത്ത് എങ്ങനെയാണ് ചെയ്തത്. നമ്പർ 3 എന്ന് പറയുന്നത് ഹൈഡ് ആൻഡ് അൺഹൈഡ് കോളം വിഡ്ത്ത് എങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.